ഓ സൂപ്പർ കാരി. അയ്യോ 1 2 അമ്മി 3. ഞാൻ ഐശ്വര്യച്ചുകൊണ്ട് എടുക്കട്ടെ. 3/4 മണിക്കൂർ സമയമുണ്ട്. ഈ ബക്കറ്റ് നിറച്ച് കാരി പിടിക്കണം. കാരി പിടിക്കാനായിട്ടുള്ള ആൾക്കാർ അടുത്ത ആൾക്കാർ വേണ്ട വരുന്നുണ്ട് കേട്ടോ. ബാ എല്ലാവരും ഓട്. ഇതാകട്ടെ പാടാ ഓടാം. ഇവിടെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞപ്പോൾ കണ്ടത്തി കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് കിടക്കുന്ന നോക്കിയേ. നമുക്ക് അപ്പോഴേക്കാളും മുമ്പ് ഓടി ഉടച്ചല്ല. ബാ ആദ്യത്തിന് പിടിക്കട്ടെ. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കാരി പിടിക്കാൻ വരുന്നത് കേട്ടോ. ഇന്ന് കാരി കിട്ടുമോ നോക്കാം. എന്താണെങ്കിലും അയ്യോ ഭയങ്കരമായിട്ട് മറിയും കേട്ടോ. പുല്ലൊക്കെ ഇങ്ങനെ ചവിട്ടി വേണം പിള്ളേർ പോകാൻ. ഇത് കണ്ടോ, സാധാരണ പിള്ളേർക്ക് പുല്ലൊക്കെ പേടി. ഇത് കണ്ടോ. ആഹാ ബെസ്റ്റ്. ചേച്ചി വേണമെങ്കിൽ നൈസായിട്ട് അല്ല ഞാൻ അവിടെ ചോദിച്ചോ. അവിടെ കല്ലടാ കാണിച്ച് 3 സൂപ്പർ കല്ലട. ഇങ്ങോട്ടേ ചെതുമ്പിലുള്ള മീൻ ആദ്യം പിടിച്ചേന്ന് കേട്ടോ. ഇത് പിടിച്ച് എനിക്ക് ഒത്തുന്നുണ്ട്. ജിനോച്ചൻ സ്ഥലത്ത് പിടിക്കാൻ പോവാ. പിടിക്കോ വേണേ. അയ്യോ അതെ കൊത്ത് വെറും 10 പറഞ്ഞാൽ എനിക്ക് 10 മിനിറ്റ് പോലും വേണം. ഓ സൂപ്പർ കാരി. കണ്ട വലിയ കാരി. കണ്ടോ അയ്യോ വിഴുങ്ങി പോയി. പപ്പേ വിഴുങ്ങി. അവിടെ ചോദിച്ചെടുത്തു വലിയ കാരി. ആണ്ട അടിപൊളി കാരി അല്ലേ? അതെ വലിയ കാര്യ. കൊടുക്കണോ? നീ എന്നാ പറയുന്നത്? മീൻ കിട്ടണോ ഞാൻ തന്നെ പിടിക്കണ്ടേ? ആര് മീൻ പിടിക്കണമല്ലോ? ഞാൻ ചേച്ചിക്ക് കൊടുക്കണം. അത് മോശമായി പോയി. അത് മോശം. എടി കുഞ്ഞു പറയും എന്റെ കുഞ്ഞു പിള്ളേരെ കൈ ഇട്ടാക്കരുത്. കാര്യം അതല്ല സൂപ്പർ. ഇതേ അപ്പേനെ കുത്തിയ കാര്യം കടിക്കും. ഇത് കണ്ടോ അയ്യോ അവിടെ വെച്ചാലേ അത് കുത്തും. ഞാൻ പോവാ. ഏതാ ഇളകി താഴെ വീണാണ്ടല്ലോ ചേച്ചി. ഓടിച്ചിട്ട് കുത്തുമായിരിക്കും എല്ലാവരും. ഞാൻ എടുത്ത് പിടിക്കാൻ പോവാ. അഞ്ചു മോനെ നീ കാര്യം ഇല്ലാത്ത സ്ഥലം നോക്കിയാണോ ചൂണ്ടിടുന്നത്? ആ അഞ്ചു അതിനടി കല്ലടയാണോ? അഞ്ചുവിൻ്റെ മീൻ കാണിച്ച് എല്ലാം നല്ല വലിയ മീനാണ്. അടുത്ത കല്ലട. നെക്സ്റ്റ് കിളി പറക്കുന്ന എവിടെയാ? നെക്സ്റ്റ് അഞ്ചുവിൻ്റെ സങ്കടം ഇച്ചിരി ചേച്ചിനെ പോലെ. അഞ്ചു സസ്പെൻസ് നീ ആരോടും പറയല്ലേ. അയ്യോ പോയി. കല്ലടയായിരുന്നു ചേച്ചിയോ. മൾട്ടി ടാലന്റഡ്. ഓ ഇത് കണ്ടോ. ഇത് റീൽ എടുത്തിട്ട് മറ്റേ ഇതിട് മറ്റേ KGF ടൂൺ ഇട്ടിട്ട് നിനക്ക് ഞാൻ ഈ കണ്ടത്തിലെ കാര്യം മൊത്തം കൊണ്ട് തരും ചേച്ചി. അങ്ങനെ സാരിയുടെ ഞാനപ്പുറം പോവാ. നിങ്ങളോട് കേട്ടോ. കപ്പയ്ക്കൊന്നും കിട്ടിയില്ല. ഞാൻ നോക്കട്ടെ നേടി. ഓ വലിയ കല്ലട. നല്ല വലിയ കല്ലട. കുഞ്ഞു പറയും നോക്കട്ടെ. അവിടെ തന്നെ കുറേ പിടിക്കട്ടെ. 5 രൂപയോ? അതുകൊണ്ട് 5 അവിടെ നിന്ന് പിടിച്ച്. എന്നാടി എടി നീ ഇങ്ങോട്ട് പാടി. 5 അപ്പുറം എന്നിട്ട് കല്ലട പിടിച്ചോട്ടോ. ഒരു സ്ഥലത്ത് നിന്ന് 1 കിട്ടത്തുള്ളൂ കേട്ടോ. ആണ് 5 വീണ്ടും. എന്തുവാടി ഇത്? അതുകൊണ്ട് 5 അവിടെ നിന്ന് അടുത്ത് തന്നെ പിടിച്ച്. നീ ഹാങ്കുട്ടൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിൽക്കടി. മമ്മി ഇവിടെ മീനുള്ള കാര്യം മമ്മി അറിയത്തില്ലേ? താറാമതി. അവിടെ 5 അടുത്ത് തന്നെടി. നീ എത്രാമത്തേത്? 4ാമത്തെ അവളെവിടെയാ മമ്മി ഇടുന്നത്? വല വീശാൻ ഇറങ്ങണോ? വാ വേറെ നിനക്ക് കണ്ടുപിടിച്ച് വാ വഴി. ആ അതാ പറഞ്ഞേ. വാ അമ്മ അവളെ മാറ്റിക്കും. അർജുന അടുത്ത് അത് വലുതാണല്ലോ. അതുകൊണ്ട് 5 അടുത്ത്. എത്രാമത്തെ അടി? അവൾ 5ാമത്തെ. എനിക്ക് 2 കിട്ടുള്ളൂ. ആണാടെ. അയ്യോ ഞാൻ ഓർത്തിപ്പോ പൊട്ടുമായിരിക്കും. അത് പൊട്ടിയിരുന്നുണ്ടോ? ചൂണ്ട എവിടെ ഞാൻ വായിക്കും. ദൈവമേ ചൂണ്ട പൊട്ടിപ്പോയതാ. ഇല്ല ചൂണ്ട പൊട്ടിയാണേ ഇപ്പം. ഇല്ല ഇവിടെ ഇട്ട താടിപ്പോത്തില്ല. ഇല്ലില്ല
പടച്ചങ്ങ് പോവല്ലേ? ഇറക്കം വിട്ടു പോകും. ഏറ്റവും ചെറിയ നൂലല്ലേ? കാര്യം ബക്കറ്റ് ഇട്ടിട്ട് വരാം. നിങ്ങളിവിടെ ചുമ്മാ പരലും വെള്ളത്തേക്ക് പിടിച്ചോണ്ടിരുന്നത് കേട്ടോ. ഇതാലോ അതെ സാക്ഷിയാട്ടോ ചേട്ടൻ അപ്പുറത്തുണ്ട്. പിന്നെ സൂപ്പർ മീൻ കിട്ടാത്തതിന്റെ അസൂയ പലരും പലതും പറയും. എന്റെ ചൂണ്ട വരെ പൊട്ടിപ്പോയെന്നേ മോനെ. പിന്നെ ചൂണ്ട പൊട്ടിപ്പോയി. നീ ചേട്ടനോട് ചോദിച്ചു ഒരു താറാവിന് തരാമെന്ന് ചോദിച്ചേ. ഒരു താറാവിന് തരാമെന്ന് ചോദിച്ചു. ആ താറാവിന് തിരിക്കണം നാളെ. വലിയ കൊമ്പം വരാനാ പിടിച്ചത്. വീഡിയോ എടുക്കുക. വീഡിയോ തരും കുഴപ്പമുണ്ടോ? ഇല്ല ശരി എന്നാ ഓക്കെ ബാടി ചേട്ടന്മാരോട് ഫോട്ടോ എടുക്കാം. ബാ ഓക്കെ താങ്ക് യു ബ്രോ. അപ്പോൾ കാണാം. എൻ്റെ കയ്യ മീൻ്റെ തീറ്റ. ഓക്കെ ശരി എന്നാ ഓക്കെ താങ്ക്സ് കേട്ടോ. ബൈ ബൈ ബൈ. വീഡിയോക്ക് തരും കേട്ടോ. ഓക്കെ താങ്ക് യു. കുഞ്ഞുമോനെ നെക്സ്റ്റ് പിടിക്കാം. അവൾ ഇഷ്ടം കൊണ്ട് പിടിച്ചാ കുഞ്ഞേ. അതെ മോനെ. ആ അതെ വേണ്ട 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 വേണ്ട. നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇപ്പോൾ ചാടിപ്പോയാലോ? ഇതെന്നാ കുഞ്ഞു പറയാം? അതിന് വരാലോ. ഓടെ വലിയ കാര്യം വാചനപ്പുറേ. അപ്പേ കാലനല്ലടി കല്ലട. ആ അതിന് പിടിച്ചാലേ നല്ല കടിയും കിട്ടും വായിൽ. അയ്യോ ആണ്ട നമ്മുടെ ഒരു ചെമ്മീനെ ഉറുമ്പ് കട്ടോണ്ട് പോകുന്നു. കുഞ്ഞു പറയും പറയാ. അങ്ങനെ മീനൊക്കെ മമ്മി നല്ല അടിപൊളിയായിട്ട് വെട്ടി ഫ്രൈ ആക്കി വെച്ചു. വരാലി കരടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരീനെ എടുത്തിട്ടില്ലേ അമ്മി? കാരീനെ എടുത്തില്ല. വലിയ വരാലിരിക്കുവാണ് അവിടെ. ഞങ്ങൾ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു മീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആറ്റുമീനാണ്. കുറച്ച് മുളക് പൊടി പിള്ളേർക്ക് അതുകൊണ്ട് മമ്മി കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. ആവശ്യത്തിന് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി. പിന്നെയാണെങ്കിൽ ഒരു നാരങ്ങായും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. അതിനുശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മീനെ തേച്ചിട്ട് ഒരു 10 മിനിറ്റ്. എത്ര വേണം? 10 മിനിറ്റ് വെച്ച് നമുക്ക് മീനിനെ ഫ്രൈ എടുക്കാണ്ട് പറ്റും കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് നമ്മുടെ മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. മമ്മി കത്തിച്ചോ. ഏത് പൊടി ഇടണം? ആ മുളക് പൊടിയോ? പൊടിയൊക്കെ മമ്മി ഇട്ട് സെറ്റാക്കി മോളെ. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൊച്ചിനെ കൊണ്ട് ചെയ്യിക്കാൻ കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ. മമ്മി ഇവിടെ ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ട്. എനിക്ക് പറയാണ് കുഞ്ഞുമറിയത്തിനോട്, മമ്മിയുടെ കുഞ്ഞു ബേബിയാടി നിന്റെ അപ്പയെന്ന്. കൊച്ചിനെല്ലാം മനസ്സിലായി. മമ്മി എത്ര എടുക്കണം ഈ ഫ്രൈ ആയി വരാനായിട്ട്? 10 മിനിറ്റ്.
പിള്ളേർക്കുള്ള മാറ്റി വെച്ചിട്ട് മമ്മി ബാക്കിയുള്ളതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുവാണ് കേട്ടോ. നമുക്ക് കുറച്ച് എരിവൊന്നും കുഴപ്പമില്ലല്ലേ മീൻ. പിള്ളേർക്ക് ഇത് എരിവില്ലാതെ എടുത്തിട്ടുണ്ട്. ഈ ആൺകുട്ടിനും കുഞ്ഞുമറിയത്തിനും. ചോറ് എടുത്തിട്ടുണ്ട്. മീൻ വറുത്ത്, നമ്മുടെ ഓൺ പയറ്, മോര്, സാമ്പാർ. ആരാദ്യം ടേസ്റ്റ് തന്നെ കറി എടുത്തിരിക്കുന്നു. അതിന് ടേസ്റ്റ് പിടിച്ചപ്പോൾ നല്ല വലുപ്പമായിരുന്നല്ലോ. ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ പിടിച്ചത്. ഇന്നലെ പിടിച്ചത് വേറെ. അത് കല്ലട മാത്രം കാരി വറുത്തില്ല. കല്ലട മാത്രം വറുത്തു. കല്യാണം മാത്രമേ ഉള്ളൂ. കല്ലടയും പിള്ളേർക്ക് വരാനും ഒത്തിരി കല്ല വറുത്തിരിക്കുന്നു കേട്ടോ. ഒരുപാടോ ചൂടല്ല, നല്ല നല്ല ടേസ്റ്റ്. ഇതിനുമുമ്പ് നമ്മൾ ഇത്രയും പള്ളത്തിടത്തുള്ള നമ്മള് ഇതെല്ലാം വലിയ കല്ലടയാണ്. കിട്ടിയിട്ടില്ലല്ലേ? അപ്പൊ ഞാൻ തല ഇങ്ങനെ അരാപ്പമ്മയ്ക്ക് കൂടെ കൊടുക്കാമല്ലോ എന്ന് ഓർത്തിച്ച് കയറ്റി കട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്യാം അല്ലേ? വലുതായിട്ട് കിട്ടിയാണ്. നോക്കട്ടെ അഞ്ചു, ടേസ്റ്റ് നോക്കാം. കുറച്ച് മോരും. ആദ്യമേ മീൻ മാത്രം കഴിച്ചു. കുഞ്ഞുപ്രിയത്തിന് മാത്രമല്ല, കുഞ്ഞുമരത്തിന് ആദ്യം പാത്രത്തിൽ വരാനുണ്ട് കേട്ടോ. ഇതുണ്ടോ മുള്ളില്ലാതെ മമ്മി അവർക്ക് വെട്ടിയെടുത്ത് വറുത്താണ്. എരിവില്ലാതെ കുഞ്ഞെരിവും മമ്മി നല്ല നല്ല കലർച്ചിക്ക് നല്ല ടേസ്റ്റ് മമ്മിയാ. തീരുവെന്ന് ഓർത്തിട്ടാണ് അഞ്ചു കഴിക്കുന്നത്. വേറെ സംഭവം അറിയോ? കഴിച്ചു നോക്കിയേ. നമ്മള് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന മറ്റേ കണ്ടത്തി ചൂണ്ടിട്ട് ഏറ്റവും കൂടുതൽ പിടിച്ചാണ് ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്. അത് നല്ല ടേസ്റ്റ് അല്ലേ? മമ്മി കഴിച്ചോ മമ്മി? പണ്ട് മുറ്റത്ത് വെച്ച് കരിയില വെച്ച് കരിച്ച് നിന്നത് കണ്ടിട്ട് പോയി കല്ലട പിടിച്ച് ചുട്ട് നിന്ന് ഞങ്ങള്. ഉപ്പില്ലാതെ കരിയില കത്തിച്ച് അതിന്റെ മേലെ വെച്ച് കരിച്ച് പുകച്ച് കരിച്ച് ചെതുമ്പലിനെ പൊളിച്ച് കളഞ്ഞിട്ട് തിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്തോ അതിന് എരിവില്ല, ഉപ്പില്ല, ഒന്നും ഇല്ലാതെ വെട്ടാതെ. പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ദശ മാത്രം എടുത്ത് വരെ കഴിച്ചു. എരിവില്ല, ഉപ്പില്ല, അതൊക്കെ എനിക്ക് പിന്നെ കുഴപ്പമില്ല. 2 തേക്കിന്റെ കരിയില വെച്ചിട്ടാ മീനെ അമ്മ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത. എത്ര നേരം ഫ്രൈ ആയി കാണും. അങ്ങനെയൊക്കെയോ പിള്ളേരുണ്ടായിരുന്നു. അങ്ങനെ ഒന്നും പറയാ. അപ്പൊ കഴിച്ച എങ്ങനെയുണ്ടോ അമ്മ? എങ്ങനെയുണ്ടോ ഇവരിന്നും പോകാൻ റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ. എന്താണെങ്കിലും കുഞ്ഞുമരോട് കഴിക്കുന്നുണ്ട്. അപ്പം നല്ല കല്ലടയാണ്. അപ്പം താങ്ക് യു സോ മച്ച്. മാറ്റമില്ലല്ലോ ഇവിടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും താമസിച്ചു വന്നാൽ കുറഞ്ഞു. ഇത് പണ്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ആളുകൾ പണിയിട്ടൊന്നും അറിയാം. കേൾക്കും. 4 ഗുളികയെ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. ഒരു ഗുളിക കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ. എടുത്തോ.